നമസ്കാരം. ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ പേര് ബിജു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഗ്യാസ് ഉപയോഗിച്ചാണോ പാചകം ചെയ്യുന്നത്, അതോ ഇൻഫ്രാറെഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചാണോ? അപ്പോൾ നമുക്കൊരു സോളാർ പ്ലാന്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എങ്കിലേ ഞാൻ ഇങ്ങനെയുള്ള ഓരോ അവയർനെസ്സും നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ 3 ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡിൻ്റെയാണ്. എല്ലാ പാത്രം വയ്ക്കുക. മൺകലത്തിലാണ് അരി വയ്ക്കുന്നത്, ചോറ് വയ്ക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വെള്ളം ചൂടാക്കുന്നതും തോരനും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റ് 2 ഇതിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇൻഡക്ഷൻ കുക്കർ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ ഇൻഡക്ഷൻ കുക്കർ കിട്ടാനില്ല. എന്താണ്? ഇങ്ങനെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണണം ഇതെങ്ങനെയാണ്. ഇപ്പം തന്നെ ഇന്ന് ഉദാഹരണം പറയുന്നത്, ഇന്ന് ഒറ്റ ദിവസം 1295 രൂപ സ്വർണ്ണത്തിന് വില കൂടിയെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ യുദ്ധം മൂലം നമുക്ക് പ്രശ്നങ്ങൾ മാർക്കറ്റിൽ വന്നു തുടങ്ങി. ഇപ്പോൾ സോളാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാർക്കറ്റിലേക്ക് ഒരുപാട് നമുക്ക് ഡെസ്ക്ടോക്കായിട്ടൊക്കെ ഇരുന്ന ഒരുപാട്, അതായത് നമുക്ക് ഇതൊന്നും വേണ്ട, ഇതിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ഞാൻ ഓർഡർ എടുത്തിട്ടില്ല എന്നൊക്കെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ എടുക്കാറില്ല. ആ സാധനങ്ങളിലൊക്കെ നമ്മളിലേക്ക് എത്തുന്ന ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ അവിടെ നോ പറയും. നമുക്ക് വേണ്ട ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം വന്നിട്ട് മതി. അങ്ങനെ നമ്മൾ ആ കസ്റ്റമർ വെയിറ്റ് ചെയ്യുകയോടെ വേണം. കസ്റ്റമർ അറിയുന്നില്ല ഇതെന്താണ്, എന്തുകൊണ്ടാണ്. ഇപ്പം നമുക്ക് പീക്ക് ടൈമാണ്. ഈ ടൈം എല്ലാവരും ഈ ഗ്യാസിൻ്റെ പ്രോബ്ലവും കറണ്ട് ബില്ലും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു 3 കിലോവാട്ട് ചെയ്ത സോളാർ പ്ലാന്റ് ഉള്ള ഒരു 2-3 AC ഇൻഡക്ഷൻ കുക്കർ എല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ ബില്ല് വന്നു തുടങ്ങി. എന്താണ്? നമുക്ക് ഈ മാർച്ച് 31 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നിലവിലുണ്ടായിരുന്ന സ്റ്റോറേജ്, നമ്മുടെ ബാങ്കിലുണ്ടായിരുന്ന യൂണിറ്റ് കട്ടായി. സ്റ്റോറേജ് അല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ബാങ്കിൽ നമുക്ക് കുറച്ച് യൂണിറ്റ് അധികമായിട്ട് കിടന്നത് കട്ടായിട്ട് ഒരു 1000 യൂണിറ്റിന് ആണെങ്കിൽ നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3000 രൂപ നമുക്ക് കിട്ടും. 3 രൂപ 8 പൈസയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ തന്നെ നമുക്ക് സോളാറിന് നമുക്ക് 78,000 രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സർക്കാരിനൊരു അജണ്ടയുണ്ട്, ഇത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 വീലറോ 4 വീലറോ എടുക്കുന്നൊരു ടൈം എപ്പോഴും നമുക്കൊരു വിഷൻ ഉണ്ടാകണമെന്ന് പറയുമല്ലോ, ലോങ് ടൈം വിഷൻ. ഇപ്പോൾ ഞാൻ KSEB ജോലി ചെയ്തു. ഞാൻ 7 വർഷം മുമ്പ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ സോളാർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൃത്യമായിട്ട് പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കൂടെ കൂട്ടി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ 2032 ഇലക്ട്രിക് വണ്ടി എടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാൻസ്ഫോമറിൻ്റെയും കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 50% ട്രാൻസ്ഫോമറിന് 50% കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 10% ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ. അതായത് നമുക്ക് 100ൻ്റെ ഒരു ട്രാൻസ്ഫോമറിന് 81 കിലോവാട്ട് മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. കൂടിയ ഒരു 10-15 പ്ലാന്റ് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ പ്ലാന്റ് നല്ല വെണ്ടറെ കണ്ടുപിടിച്ച് ചെയ്യുക. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ച്, മെയിൻ ക്വാളിറ്റിയാണ്. ആരാണ് ഈ സർവീസ് തരുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇലക്ട്രിക് വാഹനത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, നമ്മൾ ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അറിവുകളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ.
നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓരോ അവയർനെസ്സും ഇനി ഫ്യൂച്ചറിൽ നിങ്ങളെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിതെല്ലാം പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക. എപ്പോഴും ലോങ് ടൈം വിഷൻ വേണം. വിഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, വരുന്ന വഴി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അങ്ങനെയല്ല വേണ്ടത്. നമുക്കെപ്പോഴും ഒരു പ്ലാനിങ് വേണം. ഡെയിലി എന്താണ്, ദിവസം നമ്മൾ ഓരോ മണിക്കൂർ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് സോളാർ പ്ലാന്റിന് വേണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസത്തെ നമ്മുടെ മണിക്കൂറുകൾ എങ്ങനെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കെന്ത് ലഭിക്കുന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മുടെ സമയം എത്രമാത്രം നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ട്. ഓക്കെ, എല്ലാം വേണം, വേണ്ടെന്ന് പറയുന്നില്ല. അതിനൊക്കെ നമ്മളൊരു പ്രത്യേകം സമയം മാറ്റി വെച്ചിട്ട് നമുക്കെപ്പോഴും നല്ല എനർജിയോടുകൂടിയും നമുക്കൊരു വിഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മളൊരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബോർഡ് വെക്കാത്ത വണ്ടിയിൽ നമ്മൾ കയറത്തില്ലല്ലോ. ബോർഡ് വെച്ച വണ്ടിയിലല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ബോർഡ് ഉണ്ടാകണം, ഒരു വിഷൻ ബോർഡ്. ആ വിഷൻ ബോർഡിലേക്ക് നമ്മൾ കയറിയിട്ട് അതെങ്ങനെ പോകണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പാലക്കാട്ട് പോകാൻ വേണ്ടി കോഴിക്കോട് ബസ് കയറുമോ? ഇല്ലല്ലോ. പാലക്കാട് ബോർഡ് വെച്ച വണ്ടിയെ മാത്രമല്ല കയറത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ദിവസം ഏറ്റവും മിനിമം 1 മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. ഞാൻ എന്നും എപ്പോഴും എല്ലാ ദിവസവും 1 മണിക്കൂർ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും മിനിമം എങ്കിലും ആ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ അവയർനെസ്സും പറഞ്ഞു തരുന്നത് നിങ്ങളിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല സോളാർ പ്ലാന്റ് 1 രൂപ മുടക്കില്ലാതെ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.